Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. If you are new on my channel, as usual, I request you to subscribe and watch the full video. So, എന്നെ continuous ആയിട്ട് follow ചെയ്തുകൊണ്ട് നിൽക്കേണ്ട അവർക്കറിയാം. Today is day 3 of beginners level challenge. ഇന്ന് day 3 ആണ് ബിഗിനേഴ്സ് ലെവൽ ചാലഞ്ചുടെ. സോ നിങ്ങൾക്കറിയാം നമ്മൾ ഡേ 2 എന്താണ് പഠിച്ചത്? നമ്മൾ കുറേ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടത് ഫ്രം മോർണിംഗ് ടു നൈറ്റ് എങ്ങനെയാ പറയാ അത് പറയാനാണ് നമ്മൾ പഠിച്ചത്. സോ ഡേ 2 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഡേ 3 ഓഫ് ആ 30 ഡേയ്സ് ബിഗിനേഴ്സ് ലെവൽ ചാലഞ്ച്. 30 ഡേയ്സ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരു ദിവസം ഞാൻ 2 വീഡിയോസ് വെച്ച് ഇടയ്ക്കൊക്കെ ഇടും. സോ ബിഫോർ 30 ഡേയ്സ് തന്നെ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. So what are we going to study today? We are going to study a simple word in English, a 3-letter word, let. Let is a very simple word in English. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും let വെച്ചിട്ടുള്ള സെൻറ്റൻസസ്. പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് ലെറ്റ് യൂസ് ചെയ്യാറുള്ളത്. ബട്ട് അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള പെർമിഷൻ ചോദിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇൻഫോർമൽ ഇൻ ദ സെൻസ് നമ്മൾ വീട്ടിൽ നമ്മൾ ഫ്രണ്ട്സോട് ഒക്കെ സംസാരിക്കുമ്പോഴാണ് കൂടുതലും ലെറ്റ് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് പറയാറുള്ളത്. ഓഫീസസിലൊക്കെ പെർമിഷൻ ചോദിക്കുമ്പം നമ്മൾ കൂടുതലും എലൗ വെച്ചിട്ടാണ് ചോദിക്കേണ്ടത്. എലൗ വെച്ചിട്ടുള്ള സെൻറ്റൻസസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യില്ല, ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരും. സോ വീഡിയോ ഫുൾ കാണണം. നമ്മൾ കുറേ കാര്യങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറില്ലേ? ഞാൻ ചെയ്യട്ടെ, ഞാനൊന്ന് ചെയ്യട്ടെ, ഞാൻ സംസാരിക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എഴുതട്ടെ, ഞാൻ വായിക്കട്ടെ, ഞാൻ കഴിക്കട്ടെ, ഞാൻ ഉറങ്ങട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. ബട്ട് ഫ്രം ടുഡേ ഓൺവേർഡ്സ് നിങ്ങൾ ഇതൊക്കെ ഇംഗ്ലീഷിലാണ് പറയാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു സ്പീക്ക് ഓൾ ദി സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കുക. സെൻറ്റൻസസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് നോക്കാം എങ്ങനെ. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെയ്യട്ടെ, അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാം, ലെറ്റ് മീ ഡു. അതേപോലെ തന്നെ ഞാൻ സംസാരിക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ, അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, ലെറ്റ് മീ സ്പീക്ക്. നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ വളരെയധികം യൂസ് ചെയ്യേണ്ട ഒരു വേർഡാണ് ലെറ്റ്. ദേ യൂസ് ദിസ് വേർഡ് അബണ്ടൻ്റ്ലി ഇൻ ദ ഡെയിലി കൺവെർസേഷൻ. അവർ പറയുമ്പോൾ നമ്മൾ ഇത്രേ കേൾക്കുള്ളൂ, ലമി. ലെറ്റ് മീൻ്റെ പകരം സ്ട്രെയിൻ കൊടുക്കാതെ അവർ പറയുമ്പോൾ ലമി. നിങ്ങളും അങ്ങനെ തന്നെ വേണം പറയാൻ. ലമി ഡ്രിങ്ക്, let me eat, let me go, let me play, let me write, let me read. Let me drink എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കുടിക്കട്ടെ. Let me eat, ഞാൻ കഴിക്കട്ടെ. എൻ്റെ കൂടെ നിങ്ങൾ പറയൂ, let me go, ഞാനൊന്ന് പോകട്ടെ. Let me play, ഞാനൊന്ന് കളിക്കട്ടെ. Let me write, ഞാനൊന്ന് എഴുതട്ടെ. Let me read, ഞാനൊന്ന് വായിക്കട്ടെ. നമ്മൾ എന്ത് മനസ്സിലാക്കി? വി ആർ സേയിങ് ദ വേർഡ് let. അത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മളവിടെ മീ ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ടാകുമ്പം എന്താണോ പ്രവൃത്തി, എന്താണോ ആക്ഷൻ, നമ്മളതവിടെ പറയുന്നു. ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇവിടെ. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് let me rest, നമ്മൾ ഇവിടെ പറയുന്നു ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അവിടെ നമ്മൾ ടേക്ക് ചേർത്തു. അങ്ങനെ ചില സെൻറ്റൻസസിലൊക്കെ നമ്മൾ ടേക്ക് ചേർക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ടേക്ക് ബാത്ത്, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ലെറ്റ് മീ ടേക്ക് ബാത്തിൻ്റെ പകരം അവിടെ ഹാവ് ചേർത്തിട്ടും സെൻറ്റൻസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ഹാവ് ബാത്ത്, ഞാനൊന്ന് കുളിക്കട്ടെ. ഈ സെൻറ്റൻസസ് ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അവൻ കുളിക്കട്ടെ, അല്ലെങ്കിൽ അവൻ പോകട്ടെ, അവൻ കഴിക്കട്ടെ, ഇതൊക്കെ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? അവിടെ സിമ്പിളായിട്ട് മീൻ്റെ പകരം ഹിം ചേർത്താൽ മതി. ലെറ്റ് plus him plus action. Let's check examples. For example, let him play, അവൻ കളിക്കട്ടെ. Let him play. അതുപോലെ തന്നെ നമുക്ക് വേറെ സെൻറ്റൻസസും ഉണ്ടാക്കാം. Let him speak, അവൻ സംസാരിക്കട്ടെ. Let him sing,
അവൻ പാടട്ടെ. ലെറ്റ് ഹിം ഗോ. അവൻ പോകട്ടെ. ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്. അവൻ റെസ്റ്റ് എടുക്കട്ടെ. ഇനി അവളെന്ന് പറയണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഹിമ്മിൻ്റെ പകരം ഹെർ ചേർത്താൽ മതി. ലെറ്റ് ഹെർ സ്പീക്ക്. ലെറ്റ് ഹെർ സിങ്. ലെറ്റ് ഹെർ ഗോ. ലെറ്റ് ഹെർ ടേക്ക് റെസ്റ്റ്. ഇനി അവരെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ അവിടെ ചേർക്കുക? വി ക്യാൻ ആഡ് ദെം ഇൻസ്റ്റെഡ് ഓഫ് ഹിം, ഹെർ, മീ. നമുക്കവിടെ ദെം ചേർത്തിട്ട് പറഞ്ഞാൽ മതി അവരെന്ന് പറയാൻ. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ദെം ഡു. അവരത് ചെയ്യട്ടെ. ലെറ്റ് ദെം ഈറ്റ്. അവർ കഴിക്കട്ടെ. ലെറ്റ് ദെം ഗോ. അവർ പോകട്ടെ. ലെറ്റ് ദെം പ്ലേ. അവർ കളിക്കട്ടെ. ഇങ്ങനെ കുറേ സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാം. വീഡിയോ ഫുൾ കാണണം. കുറേ യൂസ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇനിയും വരാൻ പോകുന്നുണ്ട്. നമ്മൾ സെൻറ്റൻസസ്, ഈ കൊച്ചു സെൻറ്റൻസസ് ഒക്കെ കുറച്ച് ലെങ്തി ആക്കിയിട്ട് പറയാൻ പഠിക്കും ബൈ ദ എൻഡ് ഓഫ് ദ വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്. ഇനി നമ്മൾ പോകട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേർഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? വി ഹാവ് ടു യൂസ് ദ വേർഡ് അസ്. അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ. അസ് എന്ന് ചേർത്തിട്ട് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് ചെറിയ കാര്യം അറിഞ്ഞിരിക്കാനുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ലെറ്റസ് നമുക്ക് അത് കോൺട്രാക്ട് ചെയ്തിട്ട് പറയാം ലെറ്റ്സ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലും കോൺട്രാക്ഷൻസ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. എന്നാലേ നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ നേറ്റീവ് സ്പീക്കേഴ്സ് പറയും പോലെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ലെറ്റ്സ് ഗോ നമുക്ക് പോകാം. ലെറ്റ്സ് ഡു നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ഹോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ കുറച്ച് വലുതാക്കി പറഞ്ഞു നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. നമുക്ക് പാർക്കിലേക്ക് പോകാം. സോ എവിടെയാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ സ്ഥലം നിങ്ങൾക്ക് അവിടെ പറയാം. നിങ്ങൾക്ക് പറയാം ലെറ്റ്സ് ഗോ ടു ദ പാർട്ടി. ലെറ്റ്സ് ഗോ ടു ദ മാർക്കറ്റ്. ലെറ്റ്സ് ഗോ ടു ദ സ്കൂൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് വലിയ ലെങ്തി സെൻറ്റൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം ലെറ്റ്സ് ഗോ ഔട്ട്. നമുക്ക് പുറത്തേക്ക് പോകാം. ലെറ്റ്സ് ഈറ്റ് നമുക്ക് കഴിക്കാം. ഇനി ഈ സെൻറ്റൻസിനെ നമുക്ക് കുറച്ച് ലെങ്തി ആക്കിയിട്ട് നോക്കാം. ലെറ്റ്സ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ലെറ്റ്സ് ഈറ്റ് ലഞ്ച്. നമുക്ക് ലഞ്ച് കഴിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ സാധനം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സപ്പോസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ലെറ്റ്സ് ഈറ്റ് ബിരിയാണി. വരൂ നമുക്ക് ബിരിയാണി കഴിക്കാം. ഇറ്റ്സ് സോ ഈസി. സോ നമ്മൾ ലെറ്റ് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഇന്ന് ഉണ്ടാക്കാൻ പഠിച്ചു. ബട്ട് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എലോ വെച്ചിട്ടാണ് നമ്മൾ ഫോർമലായിട്ടുള്ള പെർമിഷൻ ചോദിക്കുന്നത്. അതായത് ഓഫീസസിലൊക്കെ നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റ് വി ഷുഡ് ആസ്ക് പെർമിഷൻ യൂസിങ് ദ പെർമിഷൻ വേർഡ് അലൗ. അലൗ വെച്ചിട്ടാണ് നമ്മൾ ഓഫീസസിലൊക്കെ പെർമിഷൻ ചോദിക്കേണ്ടത്. ഓഫീസസിൽ മാത്രമല്ല, വളരെ പൊലൈറ്റായിട്ട് പെർമിഷൻസ് ചോദിക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ അലൗ വെച്ചിട്ട് വേണം പെർമിഷൻ ചോദിക്കാൻ. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞു തരുന്നുള്ളൂ. സോ ദാറ്റ് യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലെറ്റ് ആൻഡ് അലൗ. ലെറ്റ് മീ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ. ഇത് വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് നമ്മൾ പറയാറുള്ളത്, വളരെ ഇൻഫോർമലായിട്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ എന്നുള്ള ചോദിക്കുമ്പം, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പം ആണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഓഫീസിൽ ചോദിക്കുമ്പം അതെങ്ങനെയാണെന്ന് ചോദിക്കുക? വി ഷുഡ് ആസ്ക് അലൗ മീ ടു ഡു. ലെറ്റിൻ്റെ പകരം നമ്മൾ അലൗ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൂടാതെ മീ കഴിഞ്ഞിട്ട് അവിടെ ടൂവും കൂടെ ചേർക്കണം. അലൗ മീ ടു ഡു. ഇത് വളരെ ഫോർമലായിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ ഓഫീസസിൽ നമ്മൾ ലെറ്റിൻ്റെ പകരം അലൗ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, പൊലൈറ്റായിട്ട് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും പെർമിഷൻ നമുക്ക് അലൗ വെച്ചിട്ട് ചോദിക്കാം. ബട്ട് നോർമൽ സിറ്റുവേഷനിൽ നമ്മളെ വീട്ടിൽ നമ്മളെ ഫ്രണ്ട്സോട്, ഫാമിലി മെമ്പേഴ്സോട് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ലെറ്റ് വെച്ചിട്ട് സംസാരിക്കാം. സോ ഇന്ന് നിങ്ങൾ കുറേ സെൻറ്റൻസസ് ലെറ്റ് വെച്ചുണ്ടാക്കാൻ പഠിച്ചു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് പ്രാക്ടിക്കൽ യൂസ്. നിങ്ങൾ ഈ ലെറ്റ് വെച്ചിട്ട് ഇന്ന് പഠിച്ച സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ ലൈഫിൽ, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. സോ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ സെൻറ്റൻസസും നമ്മൾ ലൈഫിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട്, വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. സോ
Let's wind up. Thanks for watching.